ഹോർമുസിൽ അമേരിക്കൻ പടക്കപ്പലുകളെ ഓടിപ്പിച്ച് ഇറാൻ. ഇന്നലെ രാത്രിയാണ് 3 അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമുസ് അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് മേഖലയിൽ എത്തുന്നത്. വിവരമറിഞ്ഞ ഇറാൻ്റെ സൈന്യം ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം കപ്പലിന് നേരെ നടത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകൾ നടന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ എണ്ണ ടാങ്കുകൾക്ക് നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തി മുന്നേറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് IRGCയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. തങ്ങളുടെ മിസൈൽ വ്യൂഹം അമേരിക്കയുടെ ഇരിപ്പിടം പോലും തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഏറ്റുമുട്ടലിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ അമേരിക്ക അത് നിഷേധിക്കുകയും ചെയ്തു. ബന്ദർ അബ്ബാസിലും കിഷം ദ്വീപിലും ഡ്രോൺ ആക്രമണം നടന്ന വിവരം പുറത്തു വന്നു. ശക്തമായിരിക്കുന്ന തിരിച്ചടിയിൽ മാരകമായിരിക്കുന്ന പരിക്ക് അമേരിക്കയുടെ കപ്പലുകൾക്ക് ഉണ്ടായ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. തീപിടുത്തമുണ്ടായി എന്നാണ് പറയുന്നത്. ഫ്രീഡം പ്രൊജക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഇത് അതിൻ്റെ ഭാഗമല്ല എന്ന തരത്തിലുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രതികരിച്ചത്. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞത് ഇറാനെതിരെയുള്ള ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണമണി മുഴങ്ങാൻ പോവുകയാണ് എന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായി. മണിക്കൂറുകൾ കഴിഞ്ഞ സമയത്താണ് ഹോർമുസിൽ പരസ്യമായിരിക്കുന്ന ഒരു ഏറ്റുമുട്ടൽ നടന്ന് അതോടുകൂടി ഇസ്രായേൽ തളർന്നുപോയി. കാര്യം ഇതിന് തിരിച്ചടി ഉണ്ടാവും. ഈ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും 3 പടക്കപ്പലുകൾ തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് കൃത്യമാണ്. അതിർത്തി കടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആദ്യം തന്നെ തുടങ്ങിയത് ഇറാൻ്റെ എണ്ണ ടാങ്കുകൾ ഹോർമുസ് കടൽ കടന്ന് അറേബ്യൻ കടലിലേക്ക് പ്രവേശിക്കാനുള്ള മുന്നേറ്റത്തിനിടയിൽ അമേരിക്ക വെടിവെച്ചു എന്നാണ് പറയുന്നത്, അല്ലെ അമേരിക്ക ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നതോടനുബന്ധിച്ച് അമേരിക്കയുടെ 3 പടക്കപ്പലുകൾ ഹോർമുസ് കടലിലേക്ക് കയറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിൽ 2 ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. ഒന്ന്, ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയെ ക്ഷയിപ്പിക്കുക. രണ്ടാമത്തത്, ഈ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടൽ വഴി കടന്നുകൊണ്ട് അറേബ്യൻ കടലിലേക്ക് പ്രവേശിക്കാനുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കുക. 2 തകർന്നു എന്ന് മാത്രമല്ല, മറ്റ് 2 യൂറോപ്യൻ കപ്പലുകൾക്ക് നേരെയും വെടിവെപ്പോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. സ്ഥിരീകരണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇതിലിപ്പോൾ ഇസ്രായേൽ ഞെട്ടിരിക്കുന്ന കാര്യം ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് നേരെയും കിഷം ദ്വീപിന് നേരെയും ഈ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിന് തങ്ങൾ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ സഹായമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിലാണ് ഈ ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അത് ഇറാനെ പ്രതികരിച്ചുകൊണ്ട് ഈ ഇർന ആണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത്. സ്ഥിരീകരണമല്ലെങ്കിലും അങ്ങനെ സംശയം ഉണ്ടാകുന്നു. അതായത് ഈ 2 മേഖല, ബന്ദർ അബ്ബാസ് തുറമുഖം, അതേപോലെ തന്നെ അത് 2 ഇറാൻ്റെ കൈവശത്തിലുള്ളതാണ്. കിഷം ദ്വീപ്, ഈ മേഖല ഈ ആക്രമണത്തിലുള്ള തിരിച്ചടി എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് ഇപ്പോൾ കണക്കൂട്ടാൻ വേണ്ടി പറ്റില്ല. ശക്തമായിരിക്കുന്ന തിരിച്ചടി തങ്ങളുടെ രാജ്യത്തിൻ്റെ മേഖലയ്ക്ക് നേരെ ഉണ്ടായതിനാൽ നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം എന്നുള്ളതും ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് നിന്ന് ആളുകൾ മാറി നിൽക്കുന്നതാണ് ഉചിതം എന്ന് ഒരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത് ആരോടാണ് പറഞ്ഞത് എന്നില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള, പ്രത്യേകിച്ച് ഹോർമുസ് കടലിൻ്റെയോ അല്ലെ അറേബ്യൻ കടലിൻ്റെയോ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അമേരിക്കയുടെ പടുകൂറ്റൻ കപ്പലും സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ ഒരിക്കലും ജനങ്ങളില്ല, ജനവാസവും ഇല്ല, സൈനികരും കപ്പലും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞത് ഇസ്രായേലിലേക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇസ്രായേൽ പ്രതികരിച്ചത് ഈ അക്രമത്തിൽ തങ്ങൾ നിരപരാധിയാണ്, തങ്ങൾ ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്നുള്ളത്. ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് അതിന് മാരകമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയും അതോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും പറഞ്ഞു. അതിന് മുൻപ് തന്നെ ഈ മുജ്തബ അലി ഖംനായുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾക്ക് നേരെ അവർ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചടിക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ ആ ശക്തി, തിരിച്ചടിയുടെ മാരകമായിരിക്കുന്ന പ്രഹരത്തിൽ അവർ പെടയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയത്തുള്ള അലി ഖംനായിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഏറെക്കുറെ മിതവാദിയായിട്ട് മിതത്വത്തോട് കൂടിയിട്ടാണ് പല ഘട്ടങ്ങളിലും സംസാരിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പം ആത്മീയ നേതാവായിട്ട് വന്നത്, മുജ്തബ അലി ഖംനായി.
മുജ്തബ അലി ഖംനായിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി തീവ്ര ചിന്താഗതിക്കാരനാണ്, വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ട് കാലിനൊക്കെ പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ വിശ്രമത്തിലാണ് എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, സുരക്ഷിത ഇടങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, നിർദ്ദേശ കാര്യങ്ങൾ നൽകുന്നുണ്ട്, സൈനിക മേധാവികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോഴത്തെ ഈ മേഖലയിലുള്ള ഈ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട്, അഥവാ ഇറാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്നുള്ളത് ഇപ്പോൾ ചൈന ശരിവെച്ചിരിക്കുകയാണ്. അതിനവർ പറയുന്നത് ഫ്രീഡം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പിന്നീട് ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരിക്കലും അമേരിക്ക കപ്പലിൽ വരുത്താൻ പാടില്ല. ഏതെങ്കിലും കപ്പൽ അവിടെ ഉണ്ടെങ്കിൽ അവർ സുരക്ഷിതത്വം കൊടുത്തു കണ്ടിട്ട് ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. അത് രണ്ട് പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ട്. നിരന്തരം പ്രകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇറാന് നേരെ അമേരിക്ക പല ഘട്ടങ്ങളിലും നടത്താറുള്ളത്. അപ്പോൾ വെറുതെ നിൽക്കുന്ന സമയത്ത് വെടിവെക്കുക, അതിൽ പതുക്കെ സമാധാനമാണെന്ന് ഒരു രീതി പറയും, ഈ ഫ്രീഡം പ്രൊജക്റ്റ് സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടുണ്ടെന്ന് പറയും. എന്നാലോ പ്രവൃത്തികൾ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു തരത്തിൽ സമാധാനം, ഒരു തരത്തിൽ അക്രമം നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളത്. അതിൻ്റെ തുടർച്ച ഈ മേഖലയിലും നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിൽ അവരെങ്ങനെ മാളത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ പാമ്പുകളെ പോലെയാണ് ഇറാൻ്റെ സൈനിക IRGC പുറത്തു വന്നത്. ഓരോരോ തല ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിലുള്ള കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നുള്ളത് അമേരിക്കയുടെ ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്ന കാര്യം, ഹോർമുസിൻ്റെ ചുറ്റുഭാഗം പല ഏരിയകളിലും കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്, അതിലെല്ലാം ഗുഹകളുണ്ട്. ആക്രമിക്കേണ്ട സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ അവർ പുറത്ത് വന്നിട്ട് ആക്രമിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോവുകയും ചെയ്യും. അതായത് അമേരിക്കക്ക് തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ ഇവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം ഇവർ നടത്തുന്ന ഒളിപ്പോർ യുദ്ധമാണ്, അമേരിക്ക നടക്കുന്ന നേർക്കുനേരെ യുദ്ധമാണ്. ഒളിപ്പോറിൻ്റെ മുമ്പിൽ നേർക്കുനേരെയുള്ള യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ 2 കൊല്ലമായി ഗസയിൽ നടത്തിയിട്ട് അവർക്ക് വിജയിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഹമാസ് നടത്തുന്ന ഒളിപ്പോർ യുദ്ധമാണ്, ഇസ്രായേൽ നടത്തുന്ന സ്ട്രൈറ്റ് യുദ്ധമാണ്. രണ്ടും തമ്മിൽ 2 രീതിയാണ്, 2 സൈക്കോളജിയാണ്. അതുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മധ്യസ്ഥ രാജ്യമായിരിക്കുന്ന പാകിസ്ഥാൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സമാധാനപരമായിരിക്കുന്ന ഒരു ചർച്ച നടത്തുന്നത് അമേരിക്കയാൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്. ഈ മേഖല നിലവിലെ സാഹചര്യത്തിൽ വിവാദമായി കിടക്കുന്ന സമയത്ത് വെല്ലുവിളി പോലെ അങ്ങോട്ട് കപ്പലിൽ പ്രവേശിപ്പിക്കുക, തിരിച്ചു വിളിക്കുക, അത്തരം പ്രവർത്തികൾ ചെയ്യരുത് എന്ന് പാകിസ്ഥാൻ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ മിസൈൽ വ്യൂഹം അമേരിക്കയുടെ ഇരിപ്പിടം പോലെ തകർത്തു എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി ഇതുവരെ പ്രയോഗിക്കാത്ത തരത്തിലുള്ള മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് പടിഞ്ഞാറ് മീഡിയകളായി വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇവർ വളരെ കൃത്യതയോടുകൂടി ഈ മേഖല ആക്രമിക്കണം എന്ന് തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് അമേരിക്ക 3 പടക്കപ്പൽ പുറപ്പെട്ടത്. ഒന്നിനു പിറകെ ഒന്നായിട്ട് പുറപ്പെടുകയും അതിന് വ്യത്യസ്ത മേഖലയിൽ അത് നങ്കൂരമിട്ട തരത്തിൽ നിൽക്കുകയും പിന്നീട് ഒരേ സമയത്ത് ആക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ അവർ പ്രതീക്ഷിച്ച തലത്തിൽ നിന്നല്ല അവർക്ക് തിരിച്ചടി ഉണ്ടായത്. പ്രതീക്ഷിച്ച തരത്തിലുള്ള മിസൈലല്ല അവരുടെ കപ്പലിൽ പതിക്കുകയും ചെയ്തത്. രണ്ടിനും വ്യത്യസ്തത കാണുന്നുണ്ട്. രണ്ടിനും പ്രഹരശേഷി മാരകമായിരുന്നു. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഈ കപ്പലുകൾക്ക് മധ്യേ വീണ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അതിൽ 1-2 വിമാനത്തിലൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടിന് പുറത്തു വരുന്നത്. കാരണം വിമാനവാഹിനി കപ്പൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിനാൽ അവർക്കും വലിയ രീതിയിൽ പരിക്ക് പറ്റി. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഹോർമുസ് കടൽ കടന്നത് അല്ലെ കടക്കാൻ ശ്രമിച്ചത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പോയി കൃത്യമായ രീതി പുറത്തു വന്നിട്ടില്ല. 2 തരത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഈ മേഖല എത്രത്തോളം സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് എന്ന് പരീക്ഷിക്കാനായിരിക്കാം. രണ്ടാമത്തത്, ആ മേഖലയിലുള്ള കപ്പലുകളെ ഇങ്ങോട്ട് അറേബ്യൻ കടലിലേക്ക് പ്രവേശിപ്പിക്കാനായിരിക്കാം. എന്താണെങ്കിലും ചെയ്തത് മണ്ടത്തരമായിപ്പോയി. അതിജീവിക്കാൻ സാധിക്കാത്ത, വിജയിക്കാൻ സാധിക്കാത്ത, വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു യുദ്ധമുനമ്പിലാണ് അമേരിക്ക ഉള്ളത് എന്ന് അവർക്ക് ബോധ്യമില്ലാത്തതിനാലാണ് വീണ്ടും ഇറാൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ പ്രഹരം ഏറ്റുവാങ്ങുന്നത്. എന്നാൽ ഇറാന് തിരിച്ചടിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ ഈ ഭരണ സംവിധാനം അട്ടിമറിക്കാനോ സാധിക്കയില്ല എന്നവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നീങ്ങാൻ പോലും സാധിക്കാത്ത വിധം മാനസികമായ രീതിയിൽ അമേരിക്ക തളർന്നിരിക്കുന്നു എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.